നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 60-ാം സർഗത്തിലെ 14 ശ്ലോകങ്ങൾ വരെ ചൊല്ലി നിർത്തിയിരുന്നു. ഇന്ന് ബാക്കിയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം പറയാൻ ശ്രമിക്കാം. ദൈവമേ, ഇനിയെങ്കിലും മുടങ്ങാതെ 10 വരിയെങ്കിലും ചൊല്ലാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ. 15 തുടങ്ങി 22 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. അതിനു മുൻപ് ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം. കൂജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം കാണ്ഡം 60 സർഗം 60-ലെ 15 തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഏവം കനീയസാ ഭ്രാതാ ഭുക്തം രാജ്യം വിശാമ്യതേ ഭ്രാതാ ജ്യേഷ്ഠോ വരിഷ്ഠച്ഛ കിമർത്ഥം നാപമന്യതേ. ന പരേണാകൃതം ഭക്ഷ്യം വ്യാഘ്രഖാദിതുമിച്ഛതി ഏവമേവ നരവ്യാഘ്ര പരലീഢം നമംസ്യതേ. ഹവിരാജ്യം പുരോടാശ കുശായുപാച്ഛഖാദിര നൈതാനി യാതയാമാനി കുർവന്തി പുനരധ്വരേ. തദാ ഹ്യാത്തമിദം രാജ്യം ഹൃതസാരാസുരാമിവ നാഭിമന്തുമലം രാമോ നഷ്ടസോമാ ഇവാധ്വരം. നൈവം വിധമസത്കാരം രാഘവോ മർഷയിഷ്യതി ബലവാനിവ ശാർദൂലോ ബാലധേരഭിമർശനം. നൈതസ്യ സഹിതാ ലോകാ ഭയം കുര്യൂർമഹാമൃധേ അധർമ്മം ദ്യുഹധർമാത്മാ യോഗം ധർമ്മേണ യോജയേത്. നന്വസൗ കാഞ്ചനൈർബാണൈർമഹാവീര്യോ മഹാഭുജഗ യുഗാന്തൈവ ഭൂതാനി സാഗരാനപി നിർദഹേത്. സാ താദൃശസിംഹബലോ വൃഷഭാക്ഷോ നരർഷഭഃ സ്വയമേവ ഹതപിത്ര ജലജേനാത്മജോ യഥാ. 15 തുടങ്ങി 22 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി 15-ാമത്തെ ശ്ലോകം ചൊല്ലി അർത്ഥം പറയാൻ നോക്കാം. ഏവം കനീയസാ ഭ്രാതാ ഭുക്തം രാജ്യം വിശാമ്യതേ ഭ്രാതാ ജ്യേഷ്ഠോ വരിഷ്ഠച്ഛ കിമർത്ഥം നാപമന്യതേ. അതുപോലെ അനുജൻ ഭുജിച്ച രാജൈശ്വര്യം, അതായത് ഭരിച്ചു പോന്ന രാജ്യം ജ്യേഷ്ഠനും വരിഷ്ഠനുമായ രാമൻ തിരസ്കരിക്കാതിരിക്കുമോ? ശ്ലോകം 16. ന പരേണാകൃതം ഭക്ഷ്യം വ്യാഘ്രഖാദിതുമിച്ഛതി ഏവമേവ നരവ്യാഘ്ര പരലീഢം നമംസ്യതേ. മറ്റൊരു ജന്തു തിന്നതിൻ്റെ ശേഷം തിന്നാൻ പുലി മുതിരുകയില്ല. അതുപോലെ നരവ്യാഘ്രനായ രാമൻ അന്യൻ്റെ ഉച്ഛിഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. ഭരതൻ ഭരിച്ച രാജ്യം രാമൻ ഭരിക്കാൻ തയ്യാറാവുകയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശ്ലോകം 17. ഹവിരാജ്യം പുരോടാശ കുശായുപാച്ഛഖാദിരാഹ നൈതാനി യാതയാമാനി കുർവന്തി പുനരധ്വരേ. ഹവിസ്, നെയ്യ്, പുരോടാശം ഇവയൊക്കെ യജ്ഞത്തിലെ നിവേദ്യങ്ങളാണല്ലോ. അതുപോലെ ദർഭ, ഖാദിരയൂപം, ഖാദിരം എന്ന് പറഞ്ഞാൽ കരിങ്ങാലി,
എന്നിവയൊന്നും തന്നെ ഒരിക്കൽ ഉപയോഗിച്ചവ വീണ്ടും ഉപയോഗിക്കാറില്ല. 18ാമത്തെ ശ്ലോകം. തഥാ ഹ്യാത്തമിദം രാജ്യം ഹൃതസാരം സുരാമിവ നാഭിമന്തുമലം രാമോ നഷ്ടസോമമിവാധ്വരം. അതുപോലെ വീര്യം ചോർത്തിയ സുര പോലെയും സോമം ഇല്ലാത്ത യജ്ഞം പോലെയും ഈ രാജ്യം രാമൻ സ്വീകരിക്കാൻ ആലോചിക്കുകയില്ല. ശ്ലോകം 19. നൈവം വിധമസത്കാരം രാഘവോ മർഷയിഷ്യതി ബലവാനിവ ശാർദൂലോ വാലധേരഭിമർശനം. 19ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഇത്തരം അവമാനം രാഘവൻ ഒരിക്കലും സഹിക്കുകയില്ല, വാൽ പിടിച്ചു തിരിക്കുന്നത് സഹിക്കാത്ത പുലിയെപ്പോലെ. ശ്ലോകം 20. നൈതസ്യ സഹിതാ ലോകാ ഭയം കുര്യൂർമഹാമൃധേ അധർമ്മം ദുഃഖ ധർമാത്മാ ലോകം ധർമ്മേണ യോജയേത്. 20ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ലോകം മുഴുവൻ എതിർ നിന്നാലും വൻ പോരിൽ കുലുങ്ങാത്ത ധർമ്മനിഷ്ഠയുള്ള രാമൻ അധർമ്മത്തിലാണ്ട ലോകത്തെ എങ്ങനെ ധർമ്മമെന്ന് അംഗീകരിക്കും? ശ്ലോകം 21. നന്വസൗ കാഞ്ചനൈർബാണൈർ മഹാവീര്യോ മഹാഭുജഃ യുഗാന്തൈവ ഭൂതാനി സാഗരാനപി നിർദഹേത്. മഹാവീര്യനും മഹാഭുജനുമായ രാമൻ തിളങ്ങുന്ന അമ്പുകൾ കൊണ്ട് സമുദ്രങ്ങളെപ്പോലും യുഗാന്തത്തിലെന്ന പോലെ പറ്റിച്ചു കളയും. ശ്ലോകം 22. സാ താദൃശസിംഹബലോ വൃഷഭാക്ഷോ നരർഷഭഃ സ്വയമേവ ഹതപിത്ര ജലജേനാത്മജോ യഥാ. ശ്ലോകം 22ൻ്റെ അർത്ഥം: ധർമ്മനിരതനായ പുത്രനെ കാട്ടിലേക്കയച്ച അങ്ങയ്ക്ക് ദ്വിജരായവർ, അതായത് ക്ഷത്രിയർ, ശാസ്ത്രവിഹിതമായി അനുഷ്ഠിക്കുന്ന ധർമ്മത്തിൽ ഒട്ടും നിഷ്ഠയില്ല തന്നെ. ഇനി 23 തുടങ്ങി 27 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ദ്വിജാതിചരിതോ ധർമ്മ ശാസ്ത്രേ ദൃഷ്ടസനാതനൈഹൈ യദിതേ ധർമ്മനിരതേ ത്വയാ പുത്രേ വിവാസിതേ ഗതിരേകാപതിർനാര്യാ ദ്വിതീയാ ഗതിരാത്മജഃ തൃതീയാ ജ്ഞാതയോ രാജം ചതുർത്ഥീ നൈവ വിദ്യതേ തത്ര ത്വം മമ നൈവാസി രാമച്ഛവനമാഹിതഃ ന വനം ഗന്തുമിച്ഛാമി സർവഥാ ഹതാ ത്വയാ കഥം ത്വയാ രാഷ്ട്രമിദം സ്വരാജ്യം ഹതാസ്മ സർവാസഹമന്ത്രിഭിച്ഛ ഹതാ സ പുത്രാസ്മി ഹതാച്ഛ പൗരാഃ സുതച്ഛ ഭാര്യാ ച തവ പ്രഹൃഷ്ടൗ ഇമാം ഗിരം ദാരുണശബ്ദസംഹിതാം നിശമ്യ രാമേതി മോഹദുഃഖിതാ തതഃ സ ശോകം പ്രവിവേശ പാർത്ഥിവഃ സുദുഷ്കൃതം ചാപി പുനസ്തഥാ സ്മരത്. ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ചൊല്ലി അർത്ഥം നോക്കാം. സതാദൃശസിംഹബലോ വൃഷഭാക്ഷോ നരർഷഭഃ സ്വയമേവ ഹതപിത്ര ജലജേനാത്മജോ യഥാ. 22ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: അപ്രകാരമുള്ള സിംഹബലനും വൃഷഭാക്ഷനുമായ രാമനെ മത്സ്യം സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ പിതാവ് തന്നെ നിഹനിച്ചല്ലോ, ദശരഥൻ തന്നെ നിഹനിച്ചല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശ്ലോകം 23. ദ്വിജാതിചരിതോ ധർമ്മ ശാസ്ത്രേ ദൃഷ്ടസനാതനൈഹൈ യദിതേ ധർമ്മനിരതേ ത്വയാ പുത്രേ വിവാസിതേ. ധർമ്മനിരതനായ പുത്രനെ കാട്ടിലേക്കയച്ച അങ്ങയ്ക്ക് ദ്വിജരായവർ ശാസ്ത്രവിഹിതമായി അനുഷ്ഠിക്കുന്ന ധർമ്മത്തിൽ ഒട്ടും നിഷ്ഠയില്ല തന്നെ. ശ്ലോകം 24.
ഗതിരേകാ പതിർന്നാര്യ ദ്വിതീയാ ഗതിരാത്മജഃ തൃതീയജ്ഞാതയോ രാജം ചതുർത്ഥീ നൈവ വിദ്യതേ. ശ്ലോകം 24 അർത്ഥം. സ്ത്രീകൾക്ക് ഒന്നാമത്തെ ആശ്രയം പതി, രണ്ടാമത്തേത് പുത്രൻ, മൂന്നാമത്തേത് ബന്ധുക്കൾ, നാലാമത് എന്ന് ഒന്നില്ല. ശ്ലോകം 25. തത്രത്വം മമനൈവാസി രാമച്ഛവനമാഹിതഃ ന വനം ഗന്തുമിച്ഛാമി സർവഥാ കഥാ ത്വയാ. 25-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അങ്ങെനിക്ക് ആശ്രയമല്ല, എൻ്റെയല്ല, കൈകേയിയുടേതാണ് അങ്ങ്. രാമൻ കാട്ടിലേക്ക് പോയി, എനിക്ക് പോവാൻ നിവൃത്തിയുമില്ല. പതി ശുശ്രൂഷയാണ് കർത്തവ്യമെന്ന് ഉപദേശിച്ചാണ് രാമൻ പോയത്. എല്ലാം കൊണ്ടും ഞാൻ നശിച്ചു, കഷ്ടം. ശ്ലോകം 26. കഥം ത്വയാ രാഷ്ട്രമിദം സരാജ്യം ഹതാസ്മ സർവാസഹമന്ത്രിഭിച്ഛ ഹതാസ പുത്രാസ്മി ഹതാച്ഛ പൗരാഹ സുതച്ഛ ഭാര്യ ച തവ പ്രഹൃഷ്ടൗ. ശ്ലോകം 26-ന്റെ അർത്ഥം. അങ്ങുമൂലം ഈ നാടൊട്ടുക്ക് നശിച്ചു, അങ്ങുമൂലം മന്ത്രിമാർ ഉൾപ്പെടെ സർവവും നശിച്ചു, ഞാനും എൻ്റെ മകനും നശിച്ചു. അങ്ങയുടെ ഭാര്യയും പുത്രനും മാത്രം എല്ലാം നേടി സന്തുഷ്ടരായി, കൈകേയിയും ഭരതനും മാത്രം. ഈ സർഗത്തിലെ അവസാനത്തെ ശ്ലോകം 27-ാമത്തെ ശ്ലോകം. ഇമാം ഗിരം ദാരുണശബ്ദസംഹിതാം നിശമ്യ രാമേതി മുമോഹ ദുഃഖിതഃ തതസ്സ ശോകം പ്രവിവേശവർദ്ധിവ സദുഷ്കൃതം ചാപി പുനസ്തഥാ സ്മരത്. 27-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇപ്രകാരമുള്ള കൗസല്യയുടെ കഠിന വചസ്സുകൾ കേട്ട് രാമായെന്ന് ഉച്ചരിച്ചും കൊണ്ട് ദുഃഖിതനായി ബോധമറ്റവനെ പോലെ ദശരഥൻ ഇരുന്നു. സ്വന്തം ദുഷ്കൃതം ഓർത്തോർത്ത് ശോകത്തിലാണ്ടുപോയി. ദശരഥനെ ദുഃഖിപ്പിക്കണമെന്ന് വിചാരിച്ചല്ല കൗസല്യ ഇതൊക്കെ പറഞ്ഞത്. കൗസല്യയുടെ ദുഃഖം കൊണ്ട് അറിയാതെ മനസ്സിൽ നിന്നും വന്നുപോയ ആത്മകഥങ്ങളാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.